എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുമയെന്നാണ് കേട്ടോ. ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിരിക്കുന്ന പേര് ഫാസ്റ്റ് ലൈഫ് എന്നാണ്. അതായത് നമ്മുടെ ജീവിതം പെട്ടെന്നാണല്ലോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. അതാണ് നമ്മുടെ ജീവിതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നത് നമ്മുടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനെ കുറിച്ച് 2 വാക്ക് പറയാനാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയ്ക്കകത്താണ് താമസിക്കുന്നത്. തിരുവനന്തപുരം ഹോസ്പിറ്റലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. അതുപോലെ ഞാൻ നിങ്ങളോട് എടുത്തു പറയുന്നുണ്ട്, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ്സ് ഇടണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വേറൊന്നുമല്ല, എൻ്റെ കുറച്ച് അനുഭവങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. എനിക്ക് ഇതിനിടയിൽ വെച്ച് കുറച്ച് അപകടമൊക്കെ പറ്റി. അങ്ങനെ 2 ആഴ്ചത്തോളം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ അവിടെ ഉണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും തെറ്റായ മെസ്സേജ് തരാനാണ്. ഒരിക്കലും അല്ല, നല്ല കാര്യങ്ങൾ പറയാനാണ് കേട്ടോ. നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളാണല്ലേ. അതുപോലെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. നമ്മളെ കയ്യിൽ പൈസ ഇല്ല, പെട്ടെന്ന് ഓടി പ്രൈവറ്റിൽ കൊണ്ടുപോകാനോ ഒന്നുമല്ലേ. ഈ പ്രൈവറ്റിലൊക്കെ പോകുന്നവരും ലാസ്റ്റ് വരുന്നത് എവിടെയെന്നറിയോ? നമ്മളെ ഈ മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. ഞാൻ അവിടെ കിടക്കേ തന്നെ എനിക്ക് ഒരുപാട് അനുഭവം കണ്ട്. കാരണം വലിയ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും ലാസ്റ്റ് എത്തുന്നത് നമ്മുടെ സാധാരണക്കാരായ ആൾക്കാരുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അതുപോലെ ഓരോരുത്തർ തെറ്റിദ്ധാരണയുണ്ട്, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയാൽ പെട്ടെന്ന് രക്ഷപ്പെടത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് മനസ്സിന് ഓരോരുത്തർ പല തെറ്റിദ്ധാരണകളാണ്. ഇപ്പം നമുക്ക് അവരെ ഒന്നും തിരുത്താനൊന്നും പറ്റത്തില്ല. എന്നാലും എനിക്കറിയുന്ന കുറച്ച് അനുഭവങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്. അതൊന്നും അല്ല കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അനുഭവം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. നമ്മുടെ ശരീരത്തിൽ അല്പമെങ്കിലും ജീവൻ തുടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളെ കൊണ്ടുവന്നിരിക്കും. നമ്മളെ ജീവിതത്തിലേക്ക് അവർ കൈപിടിച്ച് കൊണ്ടുവരും. അല്ലാതെ മനഃപൂർവ്വം ഒരു ഡോക്ടേഴ്സും നമ്മളെ ജീവൻ പോട്ടെ എന്നും പറഞ്ഞ് ഒരു കാര്യവും അവിടെ ചെയ്യാറില്ല. കാരണം ഞാൻ അവിടെ ചെല്ലുമ്പോൾ വളരെ കണ്ടീഷൻ മോശമായിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. എൻ്റെ ജീവൻ കിട്ടത്തില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം അത്രയ്ക്കും ബ്ലീഡിങ് സംഭവിച്ചാണ് ഞാൻ അവിടെ എത്തുന്നത്. ആ ടൈമിലും എൻ്റെ വീട്ടുകാരോട് ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യം, നമുക്കൊന്നും പറയാറായില്ല, സർജറി ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഇത്രയും മണിക്കൂറോളം എന്നെ ICUയിൽ വെച്ചതിന് ശേഷം എൻ്റെ ജീവൻ തുടിക്കാൻ തുടങ്ങി. ആ ടൈം പെട്ടെന്ന് തന്നെ അവർ ഓപ്പറേഷനൊക്കെ ചെയ്തു എന്നെ പഴയ രീതിയിൽ കൊണ്ടുവന്നു. പിന്നെ അവിടെ എടുത്തു പറയേണ്ടവർ നമ്മുടെ മാലാഖമാർ തന്നെ കേട്ടാ, വേറെ ആരുമല്ല, നമ്മുടെ നേഴ്സുമാർ. നമ്മൾ അവർക്ക് വേണ്ടി ഒരു ഡേ ഒക്കെ ഉണ്ടല്ലേ, നേഴ്സ് ഡേ എന്നും പറഞ്ഞൊക്കെ ഡേ ഒക്കെ ഉണ്ട്. ശരിക്കും അവർ മാലാഖമാർ തന്നെയാണ്. കാരണം നൈറ്റ് എന്നില്ല ഡേ എന്നില്ല, വളരെയധികം അതിനകത്ത് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മളെ വിചാരം അവരവിടെ ഉറങ്ങുവാണ് എന്നൊക്കെയാണ്. അല്ല, രാത്രി ടൈമുകളിൽ ഉറക്കമില്ലാതെ നമ്മൾ വേദന കൊണ്ട് വിളിക്കുമ്പോൾ അവിടെ വന്ന് ഒരാശ്വാസമൊക്കെ, സാരമില്ല മോളെ അല്ലെങ്കിൽ സാരമില്ല മോനെ എന്ന് നല്ല വാക്ക് പറയാനും അവർ അതുപോലെ അതിനകത്ത് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർ പറയും, ആ കഷ്ടപ്പെടുന്നെങ്കിലെന്തോ, അവരതിൻ്റേതായ ശമ്പളം വാങ്ങുന്നുണ്ട്. പൈസയല്ല പ്രാധാന്യം, നമ്മളോട് അവർ സ്നേഹത്തോടെ കാരുണ്യത്തോടെ സംസാരിക്കുന്നതും ആ സംസാരം ആണ് നമുക്ക് വളരെയധികം അവിടെ ആശ്വാസം കിട്ടുന്നത് കേട്ടോ. അതുപോലെ ഡോക്ടേഴ്സ് ആവട്ടെ, ഡേയിൽ നമ്മളെ OPയിൽ കാണാൻ വരുമ്പോൾ അവർ നമ്മളോട് കാണിക്കുന്ന ആ ഒരു കരുതലുണ്ടല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ നീ എണീക്കും, സാരമില്ല എന്നൊക്കെ നമ്മളെ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, അത് വളരെയധികം. ഞാൻ ഇതിൻ്റെ ഇടയിൽ വെച്ച് ഒരു ഡോക്ടറിനോട് ചോദിച്ചായിരുന്നേ, ഡോക്ടറെ ഞാൻ ഒരു പാവവും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ഡോക്ടറെ എനിക്ക് ഇങ്ങനെ ഇത്രയും വലിയ അപകടം വന്നത്? അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞൊരു ഒറ്റൊരു കാര്യമുണ്ട് കേട്ടോ. ജനിക്കുമ്പോഴേ ഓരോ കുഞ്ഞുങ്ങൾ ക്യാൻസർ ബാധിച്ച് വരുന്നുണ്ട്. അതുപോലെ പല പല അസുഖങ്ങൾ ബാധിച്ചു. അവർ ഈ ഭൂമിയിൽ എന്ത് തെറ്റാണ് മോളെ ചെയ്തതെന്നാണ് എന്നോട് ആ ഡോക്ടർ ചോദിച്ചത്. ശരിക്കും സത്യമല്ലേ ആ ഡോക്ടർ ചോദിച്ചത്? നമ്മളാരും ഭൂമിയിൽ തെറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴിവിട്ട രീതിയിൽ പോയിട്ടോ ഒന്നും ആയിരിക്കത്തില്ല കേട്ടോ നമുക്കിങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവങ്ങൾ കിട്ടുന്നത്. ഇതൊക്കെ ഒരു വിധിയാണെന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാനല്ലേ പറ്റത്തുള്ളൂ. ഇതാണ് കേട്ടോ എൻ്റെ സ്വന്തം നാടായ തിരുവനന്തപുരം ഹോസ്പിറ്റലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഞാൻ അഭിമാനിക്കുന്നു കേട്ടോ, എൻ്റെ തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ.